കടായി അല്ലേ? അടുത്ത മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടായി എടുത്ത് വെച്ചേക്കാണ്. നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. അതിനകത്ത് കുറച്ച് ഓയിൽ നമ്മൾ ഒഴിക്കാൻ പോവാണ്. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് ചൂടാവും. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്, ശരിക്കും ചൂടായിട്ടുണ്ട്. ജിഞ്ചർ, ഗാർലിക്, നമ്മുടെ ഇഞ്ചി ഇത്ര ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ചെറുതായിട്ട് ചോപ്പ് ചെയ്ത്, പച്ചമുളക്, ചില്ലി, നമ്മുടെ പച്ചമുളക്, കറിവേപ്പില, കുറച്ച് റെഡ് ചില്ലി. ഇതല്ലേ വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. പച്ചമുളക് ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റുക. പച്ചമുളകിൻ്റെ മണമൊക്കെ ഇപ്പം തന്നെ ഇങ്ങനെ പരക്കുക. ബ്രൗൺ കളറായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഓണിയൻ ആഡ് ചെയ്തിട്ടുണ്ട്. സവോള അരിഞ്ഞത് മൊത്തം ഹാഫ് ഇട്ടാണ്. കുറച്ചിട്ടോ സവോള അരിഞ്ഞത് അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ആയിട്ടുണ്ടല്ലോ. ആയിട്ടില്ല. ഇതൊരു ഹാഫ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മൾ ക്രഷ് ചെയ്ത ചില്ലി ഉണ്ട്. ചതച്ച് വെച്ച വറ്റലോള് ചതച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് പകുതി വയറ്റ് ആവുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കുക. വറ്റലോള് നന്നായിട്ട് ഇടിച്ച് പൊടിച്ച് തന്നെ രസം കാണാം. എന്തൊക്കെ ഉണ്ടെന്ന് ഒരു അരശബ്ദം. എന്നാൽ ഇത് ഇപ്പോഴത്തെ അതാണല്ലോ അങ്ങനെ ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ചുട്ട ചമ്മന്തിയൊക്കെ വെച്ചില്ലേ, ആ ഒരു ഫ്ലേവറും കൂടി വരുമല്ലോ. ഒരു ഫ്ലേവർ മാത്രമല്ല, ആ ഒരു ടേസ്റ്റും എല്ലാം കൂടി നമുക്ക് അതിൽ കിട്ടും. ശരിക്കും എന്താ പറയുക, ഉള്ളി സവോളയും പച്ചമുളകും കറിവേപ്പിലെല്ലാം കൂടി വയറ്റി അതുകൊണ്ട് ഇടിച്ച് പൊടിച്ച് നമ്മുടെ വറ്റൽമുളക് കിട്ടും. പിന്നെ വറ്റൽമുളക് ഒന്നേന്ന് ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടി ആകുമ്പോൾ ഒരു ചുട്ട ഒരു സംഭവം ആവും. ഇപ്പോൾ ഇതിനകത്ത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി ഉണ്ട്. മഞ്ഞപ്പൊടി അടിച്ച് മുളക് പൊടി, മഞ്ഞപ്പൊടി സ്വല്പം മാത്രം, മഞ്ഞപ്പൊടി സ്വല്പം ഇട്ടിട്ടുണ്ട്. കുറച്ച് മുളക് പൊടി, കുറച്ച് മുളക് പൊടിയും കൂടി, കുറച്ച് മുളക് പൊടി സ്വല്പം മതി. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യാം. ചെയ്ത ശേഷം കുറച്ച് ലൈം ജ്യൂസും സാൾട്ടും ചേർത്തതിന് ഓക്കെ മസാല റെഡി. നമ്മൾ നാരങ്ങ മതി നിർത്തിക്കോളാം. ആവശ്യത്തിന് സാൾട്ട് അല്ലേ? കുറച്ച് ഉപ്പും കൂടി ഇട്ടുണ്ട്. നാരങ്ങയും ഉപ്പും കൂടി അങ്ങ് ഇട്ടു. നാരങ്ങ നീര്. ഇനി ഇതിലോട്ട് നമ്മൾ പ്രോൺസ്, ഫ്രൈ ചെയ്ത പ്രോൺസ് ഇടുക. ചൂടുണ്ട് എങ്കിലും ഞാൻ സഹിച്ചു. അത്രയ്ക്ക് വലിയതാണ്. ഓക്കെ. അപ്പോൾ ഇനി ഇതുമായിട്ട് നമ്മൾ മിക്സ് ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് മൊത്തം അതിൻ്റെ പൊക്കത്തൊക്കെ എടുത്തിട്ട് ആ ചുട്ട മണം. നമുക്കിത് ഈ വാഴയിലോട്ട് റാപ്പ് ചെയ്ത്. ഇപ്പം ഇത് ഏകദേശം കുക്ക്ഡ് ആയിട്ടുണ്ട്. പിന്നെ നമ്മളിത് വാഴയിലോട്ട് പൊതിയാൻ പോവാ. പൊതിയായിട്ട് എന്താ കുമ്പിളൂത്തി. ഇനി ഇതിലോട്ട് നമ്മൾ പ്രോൺസ് കുമ്പിളൂത്തി വെച്ചിട്ടുണ്ട്. ലോബ്സ്റ്റർ കൊഞ്ച് ഒന്ന്. ഇനി പാൻ വെച്ച് ഒന്നും കൂടി പൊള്ളിച്ചെടുക്കും. തിന്നിട്ടില്ല. ഇനി പാൻ വെച്ചിട്ട് ഒന്നും കൂടി പൊള്ളിച്ചെടുക്കാൻ പോവാം. പാൻ വയ്ക്കല്ലോ. ഇപ്പം പാൻ വെച്ചിട്ടുണ്ട്. അതൊരു കുറച്ച് വെളിച്ചെണ്ണ കൂടി എടുത്ത് ഒഴിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് പൊള്ളിച്ചെടുക്കാം. ശരിക്കും ഏകദേശം അല്ല, ശരിക്കും എണ്ണ ചൂടായിട്ടുണ്ട്. ഇതെടുത്ത് എന്തിനാ ഞാൻ റിസ്ക് എടുക്കുന്നത്? വരും നമ്മുടെ വാഴയിലയുടെ ആ ഫ്ലേവർ കൂടി അങ്ങോട്ട് കയറും. നല്ല സ്ഥിരം പൊള്ളിക്കണേൻ്റെ ഒരു ഗുട്ടുണ്ട്. ശരിക്കും ഒന്നുകൂടെ മറിച്ചിടണം അല്ലേ? ജസ്റ്റ് ഒന്ന് മറിച്ചിടാൻ പോവാ. ഒരു സൈഡ് ശരിക്കും അങ്ങ് പൊള്ളിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇതായിട്ടുണ്ട് അല്ലേ? നമ്മുടെ ലോബ്സ്റ്റർ മുളക് ചുട്ടത്, അല്ലെങ്കിൽ നമ്മുടെ സാധാ കൊഞ്ച് മുളക് ചുട്ടത് റെഡി ആയി വെച്ചിട്ടുണ്ട്. പൊള്ളിച്ചും കൂടി വെച്ചിട്ടുണ്ട്. അതാണ് ഫുൾ ആ ഒരു സ്റ്റെപ്പ് ഫുൾ കംപ്ലീറ്റ് ആയത്. നമുക്ക് പാത്രത്തോട്ട് റോസാപ്പൂ, തക്കാളി കൊണ്ട് റോസാപ്പൂ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെ, നമ്മുടെ കൊഞ്ച് മുളകിൽ ചുട്ടത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇനി അടുത്ത ഡിഷിലേക്ക് പോകാം അല്ലേ? അപ്പോൾ അടുത്ത് നമ്മളൊരു വെറൈറ്റി ആയിട്ടൊരു ചൈനീസ് ഡിഷ് ഉണ്ടാകാൻ പോവാം. ഇതാണ് ഹെം.
എമ്മാണ് നമുക്ക് ഇന്ന് ഡിഷ് ഉണ്ടായി തരാൻ പോകുന്നത്. എന്താ വാട്ട്സ് എ ഡിഷ്? ബ്രേസ്ഡ് ഫിഷ്. ബ്രേസ്ഡ് ഫിഷ് എന്നാണ് അതിൻ്റെ പേര്. ഒരു ചൈനീസ് വിഭവം. ചൈനീസ് ഹെമ്മാണ് നമുക്കിന്ന് ഉണ്ടാക്കി തരാൻ പോകുന്നത്. ഹെമ്മിൻ്റെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ജയ്പാൽ സാർ നമ്മുടെ ജിഎം ഇവിടെ ഉണ്ട്. അപ്പോൾ സ്റ്റാർട്ട് കറേഗ. ഹിന്ദി മാലും അതും എനിക്കറിയില്ല. പോവാ. ഫസ്റ്റ് ഓയിൽ ഒഴിക്കുക. ഓയിൽ ഒഴിച്ചേക്കാം അല്ലേ? അതിനകത്ത് നമ്മൾ തവയിൽ ഓയിൽ ഒഴിച്ചേക്കാണ്. കിത്നെ സാൽ ഹിയർ? 4 years. കിട്ടോളം സേ ഗോൾഡൻ ഡ്രാഗൺ മാറി കിട്ടോളത്തിലും ഉണ്ടായിരുന്നു. പിന്നെ അതിന് മുമ്പ് വേറെ ഹോട്ടലിലും ഉണ്ടായിരുന്നു. ടോസ് ചെയ്യാം. മുക്കി അതിനകത്ത് നമ്മൾ കോൺഫ്ലവർ ഒന്ന് മുക്കി എടുക്കുകയാണ്. ജസ്റ്റ് അതിനകത്ത് പൊതിഞ്ഞ് ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്രൈ കറനൊക്കെ അല്ലേ? ഹിന്ദി പഠിക്കും ഞാൻ. നല്ല രക്ഷ ഉണ്ടാവില്ല. ഇത് ക്യാ ഫിഷ്? നെയ്മീനാണ്. ഇന്ന് നെയ്മീനിലാണ് പണി നടത്താൻ പോകുന്നത്. വൈ വി ആർ ടോസിങ് ദിസ് വിത്ത് കോൺഫ്ലവർ? വൈ? ക്രിപ്സ് ചെയ്യലേ? ആ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടി, വറക്കുമ്പോൾ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലവറിൽ ഒന്ന് മുക്കി പൊരിക്കുന്നത്. ഫ്രൈ ചെയ്യാൻ പോവാണ്. ക്രിപ്സി ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. കുറച്ചൊരു സമയം എടുക്കുമല്ലേ? കുറച്ച് സമയം എടുക്കും ക്രിപ്സി ആവാൻ വേണ്ടിയിട്ട്. അപ്പം അതിന് വേണ്ടി വെക്കാണ്. ഈസ് ഇറ്റ് എ ക്രീമി വൺ ഓർ ഗ്രേവി വൺ ഓർ ഡ്രൈ വൺ? ഡ്രൈ ആണ്. അല്ല, ഡ്രൈ ആയിട്ടുള്ള ഒരു ഡിഷാണ്. ചെറിയ സോട്ട് ടേസ്റ്റ് ആണ്. ചെറിയ സോട്ട് ടേസ്റ്റ് ഒക്കെ ഉള്ളത്. പുളി സ്വീറ്റിഷ് അല്ല. 2 minutes. 2 മിനിറ്റ് ഫ്രൈ ആവണം. ഡീപ് ഫ്രൈ. നന്നായിട്ട് ഡീപ് ഫ്രൈ ആണ് വെച്ചേക്കുന്നത്. ഇപ്പോൾ കുഴപ്പമില്ല. ഞാൻ വിചാരിച്ച അത്ര കഠിനമല്ല. അല്ല, മനസ്സിലാവുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവുന്നുണ്ട്. ഏനാ മാലും ഡീപ് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആയിട്ടുണ്ട്. ഇപ്പം ശരിക്കും എടുക്കാം. ക്രിസ്പി ആയി. ക്രിപ്സി ആയി. പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ശരിക്കും ഒന്ന് ക്രിസ്പി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വറുത്ത് അങ്ങ് ആക്കി വെച്ചു.